നമുക്ക് കോളിഫ്ലവർ പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ചെറിയ പീസുകളായിട്ട് ഇളക്കി എടുത്തിട്ട് അത് ഇച്ചിരി ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിലിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് അത് ഇങ്ങനെ കിടക്കണം. ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുമ്പം ഈ പൂവിനകത്തുള്ള പ്രാണികളും പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകും. പിന്നെ ഉപ്പിടുന്നതുകൊണ്ട് ഈ പൂവിൽ അല്പം ഉപ്പ് പിടിക്കുകയും ചെയ്യും. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് ഇതെങ്ങനെ പൊരിക്കുന്നതെന്ന് നോക്കാം. കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ അരിപ്പൊടി, പിന്നീട് ഇതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നീട് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതിലേക്ക് ഒരല്പം സോഡാപ്പൊടി, പിന്നീട് പാകത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കലക്കിയെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ഒരിത് ബജിയൊക്കെ പൊരിക്കും പോലെ ഉള്ള ഒരു ഇതായിട്ട് നല്ല തിക്കായിട്ടൊരു ഗ്രേവി ആക്കിയേക്കണം. ഇനി ഇതിലേക്ക് ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ പൂ ഓരോന്ന് ഇതിൽ മുക്കി ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇതിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഈ പൂവ് ഓരോന്നും എടുത്ത് ഈ മാവിനകത്ത് മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. കോളിഫ്ലവർ പൊരിച്ചത് റെഡി. നല്ല ടേസ്റ്റിയാണ്. കണ്ടാൽ ചിക്കൻ കാല് പൊരിച്ച പോലെ ഇരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.